ഏത് എയർപോർട്ടിലാ വരുന്നത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വരായിരുന്നു. ഇതിപ്പോ തിരുവനന്തപുരത്താണോ, എറണാകുളത്താണോ, തൃശ്ശൂർ എയർപോർട്ടിലാണോ, ആർക്കറിയാം. തൃശ്ശൂരിൽ എയർപോർട്ടില്ല, ചാലക്കുടിയിലേ ഉള്ളൂ. ആരെ കാണാനാടാ ചോദിച്ചോണ്ട് നിൽക്കണേ? പോടാ. അല്ല, അച്ഛൻ ഇന്ന് തന്നെ വരുമെന്നല്ലേ കത്തിലുള്ള? വന്നിട്ട് വല്ല അത്യാവശ്യം വല്ലതും ഉണ്ടോ? അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാ ഇവിടെ പല വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. അച്ഛൻ ഒന്ന് വീട്ടിൽ പോകുന്നുണ്ടാ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷം ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. എന്തൊരാളുകളാ ഭഗവാനാ ഇത്. ഒരുത്തൻ ദുബായിൽ നിന്ന് വരുന്നു എന്ന് കേട്ടാ ഉടനെ കാത്ത് കെട്ടി കിടന്നോളൂ. നാണമില്ലല്ലോ ഈശ്വര. ദുബായിൽ നിന്ന് കേട്ടപ്പോഴാണല്ലോ അമ്മാവനും പറ്റി കൂടിയത്. എന്താ അല്ല, ഇവിടെ പറഞ്ഞ അപ്പോഴേ അച്യുതൻ വന്നാൽ അങ്ങ് വീട്ടിൽ വരുമല്ലോ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. എന്താ പാർവതി നീ പറയണത്? ആയിരക്കണക്കിന് മൈൽ അകലെ അവൻ വരണത്. അവൻ വരുമ്പോ നമ്മളാരും ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ അവനെന്താ വിചാരിക്കുക? ഏടേ വിശ്വ, ഈ അച്യുതൻ എത്ര നാളത്തെ ലീവ് ഉണ്ടേ? അത് പിന്നെ അവൻ ആവശ്യമുള്ളത്ര ലീവ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ അവന്റെ അറിവ് കൊടുത്തിട്ടുണ്ട്. നീ വീട്ടിൽ പോടാ. അങ്ങോട്ട് വീട്ടിലോട്ട് വരുമല്ലോ. പോട്ടടേ. അല്ല, എവിടെ ചെന്നാലും എനിക്കിട്ടൊരു വേല. എല്ലാവരും എല്ലാവർക്കും കാണാം. എണ്ണായിരം രൂപ അമ്മാവും കൊടുത്തു മോനെ. ഞാൻ അറിഞ്ഞു. പെട്ടിക്കെടുത്തോ, പെട്ടിക്കെടുത്തോ. സാരമല്ല, വേറെ ഉണ്ട്. പെട്ടിയെടുക്കേ. അമ്മയ്ക്ക് സുഖമല്ലേ? അമ്മായി നന്ദിനി എല്ലാരും ഉണ്ടല്ലോ. കൊണ്ടുവരൂ, അകത്തേക്ക് പെട്ടികളൊക്കെ അകത്തേക്ക് പോട്ടെ. അല്ല, ഇവിടെ വെച്ചോളൂ. ഇവിടെ വെച്ച വേണ്ട, ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചോളൂ. അല്ല മാവ, എന്നെ കാണാമെന്ന് ഈ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ? സൂക്ഷിച്ചിറക്കണേ. സാറേ, കാറിന്റെ വാടക 1000 രൂപ കിട്ടിയില്ലേ? കിട്ടി. 1000 രൂപയോ? തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വന്നതല്ലേ? 100-300 രൂപ കൂടുതല. ചെല്ലു. കാശുള്ളപ്പോ നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ? എന്താ മാറുമെന്ന് പറഞ്ഞത്? എന്നെ മറന്നോ? അച്യുതൻ വലിയ ആളായി പോയില്ലേ? ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞത് എന്നെ ഭാഗ്യം. ഞാൻ വലിയ പണക്കാരനെന്ന് വെച്ച് പഴയ സുഹൃത്ത് ബന്ധം മറക്കാൻ പറ്റുമോ? അല്ല മാവ, ഈ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ? കേക്ക് പിടിപെടാ. നീ അങ്ങ് വളർന്നു പോയില്ലടി വെച്ചേ. അച്ചൂട്ടിന് കുടിക്കാൻ കാപ്പിയോ ചായയോ? എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് മോര് മതി. കണ്ടോ ശങ്കര, പഴയതൊന്നും മറന്നിട്ടില്ല. മോര് മതി. ഇന്ന് അച്ഛനല്ല, സംസാരത്തിന് പോലും ഒരു മാറ്റവും ഇല്ല. പഴയതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അമ്മാവ? അല്ലേ അമ്മേ? അമ്മാവ, ഈ പാവങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാച്ച് കൊടുത്തേക്കട്ടെ. എന്താ? ഒരു റിസ്റ്റ് വാച്ചേ. നിന്റെ നിലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു വെച്ചതാ. കൊടുക്കട്ടെ, ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ. ദയവ് ചെയ്ത് വീട്ടിൽ പോടാ. എന്തെങ്കിലും ഞാൻ കൊണ്ടുവരാം. ഇയാള് ശരിയാവില്ല. കൂട്ടുകാരെ, പവിത്ര, വിശ്വ, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റാവൽപിണ്ടി എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാ, നമുക്ക് വൈകുന്നേരം കാണാം. ഇപ്പൊ പൊക്കോളൂ. ബൈ. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോ. താങ്ങോട്ട് പോണേ. ഇവിടക്ക് നിക്കടോ. അമ്മാവന് മേടിച്ചതൊക്കെ എയർപോർട്ടിൽ കിടക്കുക. ക്ലിയറൻസ് കഴിഞ്ഞിട്ടില്ല. എനിക്കൊന്നും വേണ്ട അച്ഛതാ, നീ വന്നല്ലോ, അത് തന്നെ ധാരാളം. അതെടുക്കും. ഇങ്ങനെ മാറിക്കടോ. ഇത് കിട്ടുവാടോ. അതെടുക്കും. അത് കളർ ഭാരം കൂടുതലാണ്. പിടിക്കും. സൂക്ഷിച്ചു. ഇത് പിടിക്കും. ഇത് പിടിച്ചോ മോനെ. തല ചീത്ത പ്ലീസ്. നടക്കും. ഭയങ്കര ക്ഷീണം. സൂക്ഷിച്ച്.